നമസ്കാരം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ കഥയാണ് കക്കുകളി. ഈ കഥയുടെ ഒരു സ്വതന്ത്ര നാടകാവിഷ്കാരം ഇടതുപക്ഷ സംഘടനകൾ ഗുരുവായൂരിൽ അവതരിപ്പിച്ചു. അത് വളരെ വിവാദപരമായി, അവഹേളനപരമായി അവതരിപ്പിച്ചത് വഴി കേരളത്തിൽ എല്ലാവരുടെയും പ്രതിഷേധത്തിന് ഇടയായിക്കൊണ്ടിരിക്കുന്നു. നൊറോണയുടെ കഥ വായിക്കാത്തവരും നാടകം മാത്രം കണ്ടവരും അതുപോലും കാണാത്തവരും മുഖപുസ്തകം ഉൾപ്പെടുന്ന ഡിജിറ്റൽ പരിസരത്ത് ഇതേപ്പറ്റി ധാരാളം അഭിപ്രായങ്ങൾ എഴുതി വിഹരിക്കുന്നുണ്ട്. എന്താണ് കക്കുകളിയുടെ യഥാർത്ഥ പ്രമേയം? സവർണ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിൻ്റെ ഇരകളായി ദാരിദ്ര്യത്തിലും അടിമത്തത്തിലും ജീവിതം ആരംഭിക്കുകയും ഒടുക്കുകയും ചെയ്യുന്ന അടിയാള ജനതയുടെ കഥയാണിത്. വരേണ്യ കമ്മ്യൂണിസം തീർത്ത ദാരിദ്ര്യത്തിൻ്റെ തടവറയിൽ നിന്ന് പുറത്തു കടക്കാനാവാത്ത ഇരയാണ് നതാലിയ. ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് തീർക്കുന്ന മുള്ള് മണ്ണിൽ ഒളിപ്പിച്ച് കാത്തിരിക്കുന്നത് പോളണ്ടിലും ഈസ്റ്റ് ജർമ്മനിയിലും സോവിയറ്റ് യൂണിയനിലും ഒടുവിൽ ജനം തിരിച്ചറിഞ്ഞ് കുടഞ്ഞെറിഞ്ഞത് നമുക്കറിയാം. ഇവിടെ നതാലിയ മാത്രമല്ല കഥയിൽ, അവളുടെ അമ്മയുണ്ട്. ഒരുപക്ഷെ കഥയുടെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിയാൻ അവളുടെ അമ്മയിലൂടെ കഥ വായിക്കണം. കമ്മ്യൂണിസത്തിൻ്റെ കക്കുകളിൽ ദരിദ്രനായി തുടരുന്ന ജാതി വർണ്ണ വിവേചനത്താൽ കറുത്ത സഖാവെന്ന് വിളിക്കപ്പെട്ട നതാലിയയുടെ അപ്പൻ്റെയും അയാളുടെ സഹോദരി ചൂച്ചിയുടെയും വീടാണ് കക്കുകളിയുടെ പരിസരം. മുളവച്ച് കെട്ടിയ ലോറിയിൽ അപ്പൻ കൂട്ടുകാരുമായി കൊടി പിടിക്കാൻ പോയ തക്കം നോക്കിയാണ് ചൂച്ചി വീട് വിട്ടിറങ്ങിപ്പോയത്. കമ്മ്യൂണിസത്തിന് അടിമകളെ എക്കാലത്തും കാത്തു സൂക്ഷിക്കാൻ അറിയാം. അവർ കൊടി പിടിക്കുകയും കത്തിയും കഠാരയുമായി കൊലവിളി നടത്തുകയും ഒക്കെ ചെയ്യും. മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കും. പിന്നീട് മാധ്യമ സ്വാതന്ത്ര്യത്തിനായി നടുറോഡിൽ മനുഷ്യച്ചങ്ങല തീർക്കും. കാരണം കക്കുകളി ഒരിക്കലും ഒടുങ്ങുന്നില്ല, തീരുന്നുമില്ല. ഇത്തരമൊരു കമ്മ്യൂണിസ്റ്റ് ഗെറ്റോയിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമായിരുന്നു നതാലിയയ്ക്ക് മഠം. അവൾ സന്യാസം തിരഞ്ഞെടുത്തതല്ല. ഓടി ഒളിക്കാനുള്ള ഇടമാണ് കഥയിൽ നതാലിയയ്ക്ക് മഠം. അത്തരമൊരു രക്ഷപ്പെടലിന് അവളെ പ്രേരിപ്പിച്ചത് അവളുടെ അമ്മയാണ്. അവരാണ് ദുരന്തങ്ങളുടെയും അടിമത്ത ജീവിതത്തിൻ്റെ നാൾവഴികൾ മനസ്സിലാക്കിയത്. സന്യാസം ഒളിയിടം മാത്രമായി കരുതിയ നതാലിയ സന്യാസിനി ആയിരുന്നില്ല ഒരിക്കലും. കറുമ്പൻ സഖാവിൻ്റെ കമ്മ്യൂണിസ്റ്റ് വീട്ടിലെ ബുദ്ധിയുള്ള ഒരേ ഒരു ഇര അമ്മ മാത്രമാണ്. ദാരിദ്ര്യമകറ്റാൻ വേണ്ടതൊന്നും ചെയ്യാതെ അവരെ ചുറ്റി നിന്ന ചുവപ്പിൻ്റെ വെളിവില്ലായ്മയെ തിരിച്ചറിഞ്ഞത് അമ്മ മാത്രം. എൻ്റെ കൈത്തണ്ടേ കിടന്ന ചുവപ്പ് നിറമുള്ള കുപ്പിവളകൾ വെളിവില്ലാണ്ട് ചിരിച്ചു എന്ന് നതാലിയ പറയുന്നുണ്ട് കഥയിൽ. മഠത്തിൽ നിന്ന് സൗജന്യമായി കിട്ടിയ പാൽപ്പൊടി ചന്തക്കടവിലെ പിള്ളേച്ചൻ്റെ കടയിൽ തൂക്കി വിറ്റേച്ച് കിട്ടുന്ന പൈസയ്ക്ക് അരിയും മുളകും അമ്മ വാങ്ങിയിരുന്നു. കറുമ്പൻ സഖാവിന് അവിടെയും ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഈ മുള്ളു തറഞ്ഞിടത്തൊരിടത്തും അടിസ്ഥാന സൗകര്യം നൽകാൻ പോലും വലിയ പറമ്പും അധികാരവുമുള്ള സഖാവ് വാസുപിള്ളയുടെയും അയാളുടെ കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. പാൽപ്പൊടി കിട്ടാൻ ഭാരതിയുടെ ഇളയ കൊച്ചിനെയും എടുത്താണ് എൽസി ചിറ്റ മഠത്തിൽ പോണത്. സിസ്റ്റർമാർ പേര് ചോദിച്ചാൽ മേരി എന്ന് പറയാൻ കൊച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ട്. കിട്ടുന്നതിൻ്റെ പാതി ഭാരതിക്ക്. കഥയിൽ പറയുന്നതാണിതൊക്കെ. മുഴുപട്ടിണി മാറ്റാൻ മഠത്തിൽ നിന്ന് സൗജന്യമായി നൽകിയ പാൽപ്പൊടി മാത്രമാണ് അവരുടെ ഏക ആശ്രയം. വാസുപിള്ള സഖാവിൻ്റെ പടം വരച്ച തുണിപ്പെട്ടിയുടെ നടുക്ക് റാന്തൽ വെച്ച് നതാലിയയുടെ അപ്പൻ കറുമ്പൻ സഖാവ് രാത്രി മുഴുവൻ നാട്ടുവഴിയിലൂടെ തലച്ചുമടും നടക്കും. ഒടുവിൽ ഈ അന്ധരായ കമ്മ്യൂണിസ്റ്റ് അനുയായി വൃന്ദത്തിന് രക്ഷം വീട് കോളനിയിലെ മുഴുപ്പട്ടിണി മാത്രമായിരുന്നു മിച്ചം. കഥ തുടങ്ങുമ്പോഴും തീരുമ്പോഴും. ഉറച്ച മനസ്സുണ്ടെങ്കിലേ മഠത്തിലേക്ക് വരാവൂ, നതാലിയെ കാണാൻ വന്ന ഒരു സിസ്റ്റർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പോകാൻ നതാലിയയ്ക്ക് മനസ്സില്ല. അവളെ മഠത്തിലെടുക്കുമെന്ന് അവളും കരുതിയിരുന്നില്ല. ചേരാത്ത ചെരുപ്പിടാൻ ശ്രമിക്കുന്നത് പോലെയാണ് നതാലിയയ്ക്കത്. കഥയിൽ പറയുന്നു, കട്ടിളപ്പടിയിൽ ചാരി വെച്ച പുത്തൻ ചെരുപ്പുകളുടെ റാസ ഞാൻ ഒന്നിൻ്റെ ഉള്ളിലേക്ക് വലതുകാൽ കടത്തി. കറുത്തിരുണ്ട് കാലിനറ്റത്തെ ഇമ്മണി വെളുത്ത ഉപ്പൂറ്റി ചെരുപ്പിനോട് പിണങ്ങി പുറത്തേക്ക് തള്ളി. ഇതിലും മികച്ചൊരു വാചകം നതാലിയയുടെ ജീവിതം വിവരിക്കാൻ കഴിയില്ല കഥയിൽ നിന്നെടുത്ത്. പക്ഷേ ദുരന്തങ്ങളുടെ ആകത്തുകയായ അവിടുത്തെ ആവാസം വിട്ട് ഓടണമെന്ന് ഉള്ളിൽ തോന്നലുണ്ട് താനും. പക്ഷേ വേരുറച്ച പോലെ അടിമത്തം അതിനനുവദിക്കുന്നില്ല. എങ്കിലും അവൾ പൊരിമണലിൽ വരവരഞ്ഞിട്ട് വീട്ടിൽ നിന്ന് സിസ്റ്ററിനോടൊപ്പം ഓടുന്നു. ഓട്ടത്തിനിടയിൽ തെങ്ങിൻ മണ്ടയിൽ നിന്ന് വീഴുന്ന നോട്ടം അവളെ തളച്ചു നിർത്തി.
ഓലത്തലപ്പിൽ കാത്തിരിക്കുന്ന കാക്കകൾ അപ്പോൾ തീറ്റ തേടി താഴേക്ക് പറന്നു. ഇതേ ഓട്ടമാണ് മഠത്തിലേക്കും അവിടെ നിന്ന് പാതി വഴിയിൽ പുറത്തേക്കും നഡാലിയ ഓടുന്നത്. അടിയാള ജീവിതത്തിൻ്റെ അവസാനിക്കാത്ത അടിമബോധത്താൽ കമ്മ്യൂണിസത്തിൻ്റെ അടുക്കളപ്പുറത്ത് വെന്തുനീറി ഒടുങ്ങിയവരുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണോ നഡാലിയ? അല്ല എന്നാണ് കഥയ്ക്ക് വ്യാജനാടക ഭാഷ്യം ചമച്ചവരുടെ ലക്ഷ്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അധ്വാനിക്കുന്ന അരണ്ടരൂപികളായ സ്ത്രീകളെ നൊറോണയുടെ കക്കുകളിയിൽ കാണാം. നാടകത്തിൽ അത് കാണില്ല. കക്കുകളി നാടകമാക്കിയവർ അവരെ കണ്ടില്ല. കാരണം മനുഷ്യരെ ചിരകാലം അരണ്ടരൂപികളായി നിലനിർത്തുന്ന കമ്മ്യൂണിസ്റ്റ് അന്ധതയാണ് നാടകമായി മാറിയത്. പച്ചമീൻ തിന്നു വയറു നിറഞ്ഞ നരച്ച കാക്കകൾ പച്ചോലയുടെ മറവിൽ അവളെ നോക്കിയിരുന്നവ തന്നെയാണ്. അവിടെ താമസിച്ചാൽ ഒരു കയറിൽ ഒടുങ്ങേണ്ട ജീവനാണ് താനെന്ന തോന്നലാവാം കൂടെ നിന്ന സിസ്റ്ററിനോടൊപ്പം പൊരിമണലിൽ ഓടിത്തുടങ്ങാൻ നഡാലിയയെ പ്രേരിപ്പിച്ചത്. നഡാലിയ കക്കുകളിയുടെ പാതിയിൽ നിൽക്കുമ്പോഴാണ് അമ്മ വിളിച്ചത്. ഒരു താളം കൂടി കളിച്ചോട്ടെ മദറെ എന്നവൾ ചോദിച്ചു. നീ കളം വരയ്ക്ക്, ഈ കളി എനിക്കറിയില്ല, എന്നാലും ഞാനും കൂടാ. കൊച്ചു സിസ്റ്റർ പറഞ്ഞത് കേട്ട് അവൾ കളി തുടങ്ങി. കണ്ണടച്ചുകൊണ്ട് വേണം ഒറ്റക്കാലെ കുത്താൻ. വരയെല്ലാം മുള്ളും കളം ഇലയുമാണ്. ഇല ചവിട്ടാം, പക്ഷേ മുള്ളെ ചവിട്ടിയ ചാവും. കളിയിൽ അവൾ ചവിട്ടുന്നത് മുള്ളിലാണ്. അവിടെ കാത്തിരുന്ന മരണത്തിൻ്റെ മുള്ളു പേടിച്ച് ഇലയിലേക്ക് അവൾ നടന്നത് താൽക്കാലികമായിരുന്നു. കാരണം കക്കുകളിയിലെ പറച്ചിൽ പോലെ ചൂണ്ടക്കുളത്തിൽ കുരുങ്ങിയാൽ പിന്നെ രക്ഷയില്ല. കമ്മ്യൂണിസത്തിൻ്റെ ചൂണ്ടക്കുരുക്കിൽ പിടയാനുള്ളവർ താൽക്കാലിക മഠവാസം വിട്ട് പാതി നിർത്തിയ കക്കുകളിയിലേക്ക് തന്നെ മടങ്ങും. അതാണ് നഡാലിയയുടെ വിധി. മുള്ളു നിറഞ്ഞ കക്കുകളത്തിലെ കെണി അത്രയും ഒരുക്കുന്നത് അവളാണെന്ന തോന്നലിൽ കഴിയുന്ന ശരാശരി അടിമയുടെ ജീവിതമാണ് നഡാലിയയിൽ കമ്മ്യൂണിസം വരുത്തിവെച്ചത്. കാവിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരിയെപ്പോലെ കൊച്ചു സിസ്റ്റർ അവളെ മഠത്തിനുള്ളിലേക്ക് വിളിച്ചതാണ്. പക്ഷേ അവളെ, കറുമ്പൻ സഖാവിൻ്റെ മകളെ, നരച്ച കാക്കകളുടെ പ്രത്യയശാസ്ത്രം വിഴുങ്ങിക്കളഞ്ഞു എന്ന് വേണം കഥയിൽ നിന്ന് വായിച്ചറിയാൻ. കെണിയൊരുക്കി ഇവരെ വീഴിക്കുന്നതാരാണ്? മരിച്ചവൻ്റെ ആത്മാവിനെയെങ്കിലും രക്ഷിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട്. അപ്പൻ്റെ തണുത്ത കയ്യിൽ അമ്മ ചുറ്റിക്കൊടുത്ത കൊന്ത കൊടിത്തുണിയുടെ അടിയിൽ വീർപ്പ് മുട്ടുന്നത് കാണുന്നു. അമ്മയിലൂടെ കഥ വായിക്കണം എന്ന് പറഞ്ഞതിനൊരു കാരണം ഇതാണ്. അവർ മാത്രമാണ് അടിമജീവിതത്തെ അധ്വാനം കൊണ്ട് പ്രതിരോധിക്കുന്നത്. പാർട്ടി ആഫീസിൻ്റെ വരാന്തയിൽ വീണു മരിച്ച ചൂച്ചിയുടെ വിധി പരിഹാസത്തിൻ്റെ ചിരി സൃഷ്ടിക്കുകയും വരാന്തയിൽ ജഡം വീഴ്ത്തുകയും ചെയ്യുന്നതാണ് കഥയിലും ജീവിതത്തിലും. ഇപ്പോൾ നാടകം എന്ന പേരിൽ പരിഹാസ പെരുമഴ തീർക്കുകയും ചെയ്യുന്നവർക്ക് ശീലം അതാണല്ലോ. ഓലക്കൊമ്പിലിരുന്ന് നോട്ടമെറിഞ്ഞ് അടിയാള അടിമകളെയും കറുത്ത കമ്മ്യൂണിസ്റ്റിനെയും അപഹസിക്കുന്നത് ഈ വെളുത്ത വാസു സഖാവിൻ്റെ വരേണ്യ പ്രേതങ്ങളാണ്. ഈശോമറിയം യോസേപ്പെ കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് പാർട്ടി ആഫീസിൻ്റെ പടിക്കൽ വീണു മരിച്ച ചൂച്ചിയുടെ വിധി നഡാലിയയ്ക്കുണ്ടാവാതിരിക്കാൻ അവളുടെ അമ്മ കാവൽ നിൽക്കുന്നുണ്ട് കഥയുടെ അന്ത്യത്തിൽ. നൊറോണയുടെ കാര്യമെടുത്താൽ, നൊറോണയുടെ അവാർഡ് അയാളുടെ പ്രതിഭയ്ക്ക് KCBC മീഡിയ കമ്മീഷൻ നൽകിയതാണ്. അശരണരുടെ സുവിശേഷം മുതൽ ഏറ്റവും ഒടുവിൽ ഗേയം വരെയുള്ള കഥകളിൽ, എഴുത്തുകളിൽ, നോവലുകളിൽ, ആത്മകഥകളിൽ മലയാളത്തിൻ്റെ മികച്ച എഴുത്തിൻ്റെ ഉടമയ്ക്കുള്ള ആദരമാണത്. കഥയും നാടകത്തിൻ്റെ വ്യാജ നിർമ്മിതിയും രണ്ടായി കാണാൻ നമുക്ക് കഴിയും. കക്കുകളി എന്ന കഥ സവർണ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ പരിസരത്തിൽ അടിമജീവിതം നയിച്ച ഇരകളുടെ കഥയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി.